ഇന്നത്തെ വീഡിയോ പഴം കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയാലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പാറുസ് മോം. ഇതുപോലെ നന്നായി പഴുത്ത ഏത് പഴവും എനിക്ക് കഴിക്കാൻ കൊള്ളില്ല എന്ന് വിചാരിച്ച് കളഞ്ഞേക്കല്ലേ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചസാര, അതുപോലെ ഗോതമ്പ് പൊടി, നെയ്യ്, പഴുത്ത പഴം, പിന്നെ ഏലക്കാപ്പൊടി. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടണ്ട, നമുക്ക് മിക്സിയുടെ ജാറ് തന്നെ എടുക്കാം. പഴമൊക്കെ മുഴുവനായിട്ട് പൊട്ടിച്ചതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം ഈ പഴം മാത്രം നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഉപ്പിൻ്റെ കാര്യം വിട്ടു, അതുകൊണ്ട് ഫസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിൽ കുറച്ച് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് പഞ്ചസാര. പഴത്തിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും, അതുകൊണ്ട് അതിൻ്റെ ബാക്കി പഞ്ചസാര മാത്രം നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയോ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കറക്കിയെടുക്കാം. സംഭവം സെറ്റായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് കയ്യിലുള്ള സീഡ്സ്, അതായത് പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂ നട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബദാമൊക്കെ യൂസ് ചെയ്യാം. ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ അല്ലാതെയും ചേർക്കാം. ഇനി സെയിം പാനിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പേസ്റ്റ് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈയെടുക്കാതെ മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നെയ്യിൽ കുറച്ചായിട്ടാണ് നമ്മൾ ഓരോ സമയത്തും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു 3/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞു വരാൻ തുടങ്ങും. നമ്മുടെ ഹൽവയുടെ പ്രിപ്പറേഷൻ ഇവിടെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് ലെവൽ ചെയ്യാം. ഇതൊക്കെ ഒന്ന് ലെവലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതിന് കുറച്ച് സൺഫ്ലവർ സീഡ്സ് ഇതൊരു 10-30 മിനിറ്റ് ഇരുന്ന് തണുക്കട്ടെ. ഫ്രിഡ്ജിലല്ല കേട്ടോ, പുറത്ത് വെച്ചാൽ മതി. നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇത്തിരി കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഫുഡ് കളർ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. വായിൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിൽ സൂപ്പർ ടേസ്റ്റി ഹൽവ ഇതാ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.